ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, കണക്റ്റ എന്ന പേരിൽ കൾച്ചറൽ എക്സിബിഷൻ്റെ ഭാഗമായി ദൈവം, പ്രപഞ്ചം, മനുഷ്യൻ എന്നീ 3 ആശയങ്ങളെ മുൻനിർത്തി ഇവിടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിലെ ഒരു പ്രമേയം എന്ന നിലയിൽ, പ്രധാന പ്രമേയം എന്ന രീതിയിൽ മൈത്രിയുടെ സാമൂഹിക ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു സംവാദം അല്ലെങ്കിൽ ചർച്ച എന്ന രീതിയിൽ ഈ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ സംസാരിക്കാൻ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടകനായ സ്വാമിജി പറഞ്ഞതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശയമായി മൈത്രിപൂർണമായിട്ടുള്ള സാമൂഹ്യ ജീവിതം വളരെ പ്രാധാന്യം ആയി നിലനിൽക്കുന്നു തന്നെയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളും അതിൻ്റെ ബഹുസ്വരമായ സാമൂഹിക സാംസ്കാരിക ജീവിത തലങ്ങളെ മുൻനിർത്തി ആലോചിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ മനുഷ്യരുടെ ചരിത്ര ജീവിതത്തിൽ, ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ചരിത്ര ജീവിതത്തിൽ മൈത്രി എന്ന സങ്കല്പം എങ്ങനെയാണ് വളർന്നു വന്നത് എന്നതിനെ സംബന്ധിച്ച് ചില ആശയങ്ങൾ പങ്കുവയ്ക്കാൻ മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ മൈത്രിപൂർണമായിട്ടുള്ള ഒരു ജീവിതം മനുഷ്യൻ സാധ്യമാക്കുന്നത് മനുഷ്യനൊരു സംസ്കാരത്തിലേക്കും നാഗരികതയിലേക്കും വികസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പ്രാചീന കാലത്ത് മറ്റ് ലോകത്തിൻ്റെ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ വളരെ ഗോത്ര ജീവിതം നയിച്ചിരുന്ന മനുഷ്യർക്ക് മൈത്രി എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായിരുന്നില്ല. അത് അവരുടെ ഗോത്രങ്ങൾക്കുള്ളിലോ കുലങ്ങൾക്കുള്ളിലോ മാത്രം നിലനിന്ന കുലബോധം അല്ലെങ്കിൽ ഗോത്രബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോത്രാതീതമായി എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു സാമൂഹിക മാനവിക ചിന്തയായി മൈത്രി അക്കാലത്ത് നിന്ന് വികസിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രാചീന ചരിത്രങ്ങളുടെ ഒരു ഘട്ടമായിട്ടുള്ള ഈ വേദ ഇതിഹാസ പുരാണ കാലഘട്ടങ്ങൾ വളർന്നു വന്നപ്പോഴും അതിനോടനുബന്ധിച്ച് നമ്മുടെ ഒരു വർണ്ണജാതി സാമൂഹ്യ വ്യവസ്ഥ വികസിച്ചു വന്നപ്പോഴൊന്നും മൈത്രി ഒരു സാമൂഹിക സങ്കല്പമായി മനുഷ്യർ പങ്കിടേണ്ട, ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു ധാരണയായി വികസിച്ചു വന്നിരുന്നില്ല. കാരണം ഈ വർണ്ണജാതി സമൂഹത്തിൻ്റെ ഉള്ളിൽ മനുഷ്യരെ അധമരെന്നോ ഉത്തമരെന്നോ നീചരെന്നോ തൊടാൻ പാടില്ലാത്തവരെന്നൊക്കെ വേർതിരിച്ച് കാണുന്ന ഒരു വ്യവസ്ഥയായതുകൊണ്ട് എല്ലാ മനുഷ്യരെ തൊടാവുന്നതും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്നതും പരസ്പരം തൊട്ട് ഇടപഴകി ജീവിക്കാവുന്നുള്ള ഒരു ആശയമൊന്നും ഈ ജാതി വർണ്ണ വ്യവസ്ഥിതിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ജാതി വിരുദ്ധമായ ആശയങ്ങൾ ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങളും തത്വചിന്തകരും ആളുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ മൈത്രി എന്ന സങ്കല്പത്തെ ഇന്ത്യയിൽ രൂപപ്പെടുത്തിയത് അടിസ്ഥാനപരമായി. അതിൽ പ്രധാനപ്പെട്ട ഒരു തത്വചിന്തകനായിട്ടുള്ള ഒരാളായിരുന്നു ബുദ്ധൻ. ബുദ്ധനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മൈത്രിയെ ഒരേ സമയം തന്നെ സാമൂഹ്യ ജീവിതത്തിൻ്റെയും ഇന്ത്യയിലെ തത്വചിന്തയുടെയും അടിത്തറയാക്കി മാറ്റിയ ആളെന്ന് പറയുന്ന ബുദ്ധനാണ്. ബുദ്ധനൻ കരുണ, അനുകമ്പ, മൈത്രി തുടങ്ങിയ സങ്കല്പങ്ങൾ കൊണ്ട് മനുഷ്യജീവിതത്തെ ഒരു സാമൂഹ്യ ജീവിതത്തിന് അതിന് ആവശ്യമായിട്ടുള്ള തുല്യതാ സങ്കല്പമായി മനുഷ്യർ പരസ്പരം ജീവിക്കേണ്ട, അനുകമ്പാപൂർവമായി ജീവിക്കേണ്ട ഒരു സാമൂഹിക വിഷയമാക്കി മാറ്റുകയും അത് ബുദ്ധസന്യാസികൾ മാത്രമല്ല മറ്റെല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു സാമൂഹ്യ ജീവിത പാഠമാക്കാനാണ് ബുദ്ധൻ നിർദ്ദേശിച്ചെന്നുള്ളതാണ്. അപ്പം തികച്ചും ബ്രാഹ്മണ്യ വിരുദ്ധമായിട്ടുള്ള ജാതി വർണ്ണ മേൽക്കോയ്മയ്ക്കെതിരായിട്ടുള്ള ഒരു സാമൂഹ്യ ആശയമായിട്ടാണ് നമ്മൾ ഇന്ന് സാഹോദര്യം എന്ന് വിളിക്കുന്ന മൈത്രി എന്ന രീതിയിലുള്ള ഒരു സങ്കല്പം വളർന്നു വന്നത്. മൈത്രി എന്ന പദം എല്ലാ ഇന്ത്യൻ ഭാഷകളിലുണ്ട്, സംസ്കൃതത്തിലുണ്ട്, മലയാളത്തിലുണ്ട്. എല്ലാ ഇന്ത്യൻ ഭാഷകളിലും മൈത്രി എന്ന വാക്കുണ്ട്. കാരണം എല്ലാ പ്രാദേശിക ഭാഷകളിൽ ഉൾപ്പെടെ മൈത്രിക്ക് സമാനമായിട്ടുള്ള മൈത്രി എന്ന അർത്ഥം വരുന്നതോ വാക്കുണ്ടെന്നുള്ളതാണ്.
അപ്പം മധ്യകാലമായപ്പോഴേക്കും സാമൂഹ്യ വൈരുദ്ധ്യങ്ങളും ഭരണകൂട വ്യവസ്ഥയും ഈ പറയുന്ന രീതിയിലുള്ള സാമൂഹ്യ പുറന്തള്ള രൂപങ്ങളും അടിച്ചമർത്തലും ഒക്കെ വളരെ സങ്കീർണമായി തീർന്ന കാലഘട്ടത്തിലും മൈത്രിയുടെ ആശയങ്ങൾ സമൂഹത്തിൽ വളർന്നു വരുന്നതിൽ സമൂഹത്തിലെ അടിത്തട്ട് സമൂഹങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന കർഷകർ, തൊഴിൽ സമൂഹങ്ങൾ, അധ്വാനിക്കുന്നവർ, അധസ്ഥിതരെന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന മനുഷ്യർ, അയിത്തജാതിക്കാർ, സാമൂഹികമായി പുറന്തള്ളപ്പെട്ടവർ, ഗോത്രവർഗ സമൂഹങ്ങളൊക്കെ അവരിൽ നിന്നൊക്കെ ഈ മൈത്രിയുടെ ആശയങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ ഒരു കൂട്ടായി ജീവിക്കുന്നതിന് ആവശ്യമായ ഒരു ആശയമായി വളർന്നു വന്നു. അത് സാമൂഹിക ഭാവനകളായി, ഭക്തിയുടെ അടിത്തറയായി, കവിതകൾ, സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും പറ്റുന്ന രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കവിതകളിലൂടെയൊക്കെ ഇത് ആവിഷ്കരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മധ്യകാല ഭക്തി കവി പാരമ്പര്യം എന്നറിയപ്പെടുന്ന തുക്കാറാം, അതുപോലെ തന്നെ നാനാക്ക്, കബീർ, തുളസീദാസ് എന്നൊക്കെ പറയുന്ന ഭക്തി കവികൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ മധ്യകാല ഭക്തി കവി. ഈ കവികളെല്ലാവരും തന്നെ നെയ്ത്തുകാരായിട്ടുള്ള സമൂഹങ്ങളിൽ നിന്നോ, കർഷകരായ സമൂഹങ്ങളിൽ നിന്നോ, അയിത്തജാതിക്കാരായിട്ടുള്ള സമൂഹങ്ങളിൽ നിന്നോ, തുകൽപ്പണിക്കാരായിട്ടുള്ള സമൂഹങ്ങളിൽ നിന്നോ ഉയർന്നു വന്ന മനുഷ്യരായിരുന്നു ഈ ഭക്തി കവികളെല്ലാം തന്നെ. അവർ സമൂഹത്തിൽ ഈ മൈത്രിയുടെ, സാഹോദര്യത്തിന്റെ സങ്കല്പങ്ങൾ വികസിപ്പിക്കുകയും അതവർ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന തരത്തിലും ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ദൈവസങ്കല്പങ്ങളുമായി ബന്ധിപ്പിച്ച് മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരാവശ്യതയെ ഊന്നിക്കൊണ്ട് തന്നെ സാമൂഹിക മൈത്രിയുടെ ആവശ്യങ്ങൾ, ഇവിടെ പറയുന്ന സാമൂഹ്യ മൈത്രിയുടെ പാഠങ്ങൾ വികസിപ്പിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ തുടർന്ന് പിന്നീട് നമ്മൾ ആധുനികതയുടെ കാലഘട്ടം വരുമ്പോൾ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ഉണ്ടാകുന്നു. പാശ്ചാത്യമായ പല ആശയങ്ങളും ഇങ്ങോട്ട് പ്രചരിക്കപ്പെടുന്നു. അത് കൂടുതലും മിഷണറിമാർ പോലെയുള്ള സംരംഭങ്ങൾ, മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ മറ്റൊരു തരത്തിൽ ഒരു മനുഷ്യന്റെ അന്തസ്സിനെയും മനുഷ്യന്റെ അഭിമാനത്തെയും ഒക്കെ ഊന്നുന്ന തരത്തിൽ മാനവികതാബോധമായി, കരുണയുടെ സങ്കല്പമായി, ക്രൈസ്തവികമായ മാനവിക സങ്കല്പവും അതുപോലെ തന്നെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ സമഭാവനയുടെ ഒക്കെ സന്ദേശമായി ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങളിലൂടെയാണ് അത് വിപുലീകരിക്കപ്പെട്ടത്. അങ്ങനെ വന്നപ്പോൾ ആ മിഷണറി പ്രവർത്തനങ്ങളുടെ സാധാരണക്കാരായ ധാരാളം മനുഷ്യർ, പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ, അയിത്തജാതിക്കാരായ ആളുകൾ, അങ്ങനെ ജാതീയപരമായി പുറന്തള്ളപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്ക് ഈ മിഷണറിമാർ എത്തുകയും ഒരു മാനവികതാ സങ്കല്പമായി, സാമൂഹിക തുല്യതയുടെ ആശയമായി ഒക്കെ, സാഹോദര്യത്തിൻ്റെ ആശയമായി ഇത് വളർന്നു വരാൻ തുടങ്ങിയെന്നുള്ളതാണ് ഒരു സന്ദർഭം. അതിനെ തുടർന്ന് പൊതുവെ ഇന്ത്യയിലുണ്ടായ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ, അത് പശ്ചിമേന്ത്യയിൽ, പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഒക്കെ വളർന്നു വന്ന സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മഹാത്മാ ജ്യോതിറാവ് ഫുലെ, കേരളത്തിലാണെങ്കിൽ അയ്യങ്കാളി, പൊയ്കലപ്പച്ചൻ, ഇവിടെ സൂചിപ്പിച്ച നാരായണഗുരുവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ മൈത്രി എന്ന് പറഞ്ഞ സങ്കല്പത്തെ സാഹോദര്യമായി മറ്റെല്ലാ എല്ലാ സമുദായങ്ങളും സമൂഹങ്ങളും തമ്മിൽ സാഹോദര്യത്തോടുകൂടി ജീവിക്കേണ്ട ഒരു സാമൂഹ്യ ജീവിതമാണ് ആവശ്യമെന്നും പരമ്പരാഗതമായി നിലനിന്ന ജാതിയുടെയും ജാതിമേൽക്കോയ്മയുടെയും ജാതിയുടെ പേരിലുള്ള ആധിപത്യത്തിൻ്റെയും ജാതി മേൽക്കോയ്മയ്ക്കെതിരായി സാമൂഹികമായ സാഹോദര്യത്തിൻ്റെ ഒരാശയമായി മൈത്രിപൂർണമായ ജീവിതം മലയാളി ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് പരിചയപ്പെടുത്തുകയും അതിനെ ഒരേ സമയം തന്നെ തത്വചിന്തയായും സാമൂഹിക ജീവിതത്തിൽ പാലിക്കേണ്ട സാമൂഹ്യ മര്യാദയായി, ജീവിതക്രമമായി, ജീവിത അവബോധമായി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എല്ലാവരും തന്നെ അത് പങ്കെടുക്കുന്നുണ്ട്. അതുവഴി എല്ലാ സമുദായങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിന് അധിഷ്ഠിതമായ ഒരു മൈത്രിപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ മൈത്രിപൂർണമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതമാണ് വേണ്ടത് എന്നുള്ള സന്ദേശമാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കീഴാള സമൂഹങ്ങളിൽ ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇവിടെ സൂചിപ്പിച്ച നാരായണ ഗുരുവിൻ്റെ എല്ലാ ആശയങ്ങളും അടിസ്ഥാനപരമായി തത്വചിന്തയുടെ തലത്തിലാണെങ്കിലും സമൂഹത്തിൽ മറ്റെല്ലാ സമുദായങ്ങളും, ക്രിസ്ത്യൻ സമൂഹമാണെങ്കിലും മുസ്ലിം സമൂഹമാണെങ്കിലും
മറ്റെല്ലാ സമുദായങ്ങളും തന്നെ മൈത്രിപൂർവമായിട്ടുള്ളൊരു സാമൂഹ്യ ജീവിതത്തിൽ സഹവർത്തിത്തോടു കൂടി ജീവിക്കേണ്ട ഒരു സന്ദേശമാണ് നാരായണ ഗുരു ഉള്ള നവോത്ഥാന നായകന്മാർ, നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചത്. ഇന്ന് ആ നാരായണ ഗുരു പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ വക്താക്കൾ പലരും പല രീതിയിലുള്ള മൈത്രി വിരുദ്ധമായ സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാരായണ ഗുരു പറഞ്ഞ മൈത്രി സങ്കല്പം നമ്മൾ വളരെ ഗൗരവപൂർവമായി ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. കാരണം സമുദായങ്ങളും സാമൂഹിക വിഭാഗങ്ങളും തമ്മിലുള്ള സാഹോദര്യത്വപൂർണമായിട്ടുള്ള മൈത്രിപൂർവമായിട്ടുള്ള ജീവിതത്തിലൂടെ മാത്രമേ ഒരാധുനിക സമൂഹത്തിന് ഒരു സാഹോദര്യ സമൂഹമായി സാഹോദര്യ ജീവിതം നിർമ്മിക്കാൻ കഴിയൂ എന്നുള്ള ആശയമാണ് നാരായണ ഗുരു ഉൾപ്പെടെയുള്ള ഈ നവോത്ഥാന നേതാക്കന്മാർ അല്ലെങ്കിൽ നവോത്ഥാനത്തെ മുന്നോട്ട് നയിച്ച ചിന്തകന്മാരെല്ലാവരും തന്നെ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരാശയം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇതിനെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും പലമകളെയും അതോടൊപ്പം തന്നെ അതിൽ നിലനിന്നിരുന്ന ചരിത്രപരമായി ഇന്ത്യൻ സമൂഹത്തിൽ വളർന്നു വരികയും നിലനിൽക്കുകയും ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വിവേചന രൂപങ്ങളെയും ജാതിയുടെ, ലിംഗത്തിന്റെ, വർണ്ണത്തിന്റെ, പ്രദേശത്തിന്റെ, ഭാഷയുടെ എങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള വൈവിധ്യങ്ങൾ ആയിരിക്കുകയും ഈ വൈവിധ്യം തന്നെ അസമത്വത്തിൽ അധിഷ്ഠിതവുമാണ്. വൈവിധ്യമായ സമൂഹമായിരിക്കുകയും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ അസമത്വമുള്ള ഒരു രാജ്യം കൂടിയാണ്. അപ്പൊ അസമത്വം നിറഞ്ഞ വൈവിധ്യപൂർണമായൊരു സമൂഹത്തെ മൈത്രിപൂർവമായ ഒരു ജനാധിപത്യ സമൂഹമായി പരിവർത്തിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളിൽ അടിത്തറയായി പ്രവർത്തിക്കാൻ കൊണ്ടുവരാൻ ശ്രമിച്ച ആശയങ്ങളിൽ ഒന്ന് ഇങ്ങനെ വൈവിധ്യപൂർണവും ബഹുസ്വരവും എന്നാൽ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഭേദരൂപങ്ങളും ചൂഷണക്രമങ്ങളും വിവേചനങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള നീതിപൂർവമായ ഒരു ജനാധിപത്യ സമൂഹമായി പരിവർത്തിക്കണമെങ്കിൽ എല്ലാ മനുഷ്യർക്കും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു സാമൂഹികമായ മൂല്യം എന്ന നിലയിൽ, ഒരാശയം എന്ന രീതിയിൽ മൈത്രിയുടെ അടിസ്ഥാനത്തിൽ ഒരു ജനാധിപത്യത്തെ നിർമ്മിക്കാമെന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട അന്വേഷണം. മൈത്രിയുടെ അടിസ്ഥാനത്തിൽ ഒരു ജനാധിപത്യ സമൂഹം ഉണ്ടാവണം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാകണം. ആ രാജ്യത്ത് സാഹോദര്യത്വം എന്ന് പറയുന്നത് മൈത്രിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ സങ്കല്പമായി, ജനാധിപത്യ വിചാരമായി മാറണം എന്നുള്ള സങ്കല്പം അടിസ്ഥാനപരമായി രാഷ്ട്രീയമായി തത്വചിന്താപരമായി മുന്നോട്ട് വെച്ച ദാർശനികൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. കാരണം അംബേദ്കറിന്റെ രാഷ്ട്രീയ സങ്കല്പങ്ങളിൽ, അദ്ദേഹത്തിന്റെ ഭരണഘടനാ വിചാരങ്ങളിൽ, ജനാധിപത്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ എപ്പോഴും മൈത്രി ജനാധിപത്യമുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കാൻ കഴിയൂ. അസമത്വം നിലനിൽക്കുന്ന സമൂഹത്തിൽ അത് വർഗത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ പ്രദേശത്തിന്റെ പേരിലാകട്ടെ, അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കണമെങ്കിൽ തങ്ങൾ എല്ലാവരും സാഹോദര്യ തുല്യമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിൽ നിലനിൽക്കണം എന്നുള്ള സങ്കല്പമുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ മൈത്രിപൂർവമായിട്ടുള്ള ജനാധിപത്യം ഉണ്ടാവുള്ളൂ. അപ്പൊ മൈത്രിപൂർവമായിട്ടുള്ള ജനാധിപത്യത്തെ ഇന്ത്യൻ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ ഭാഗമാക്കി മാർക്കണമെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യവും സാമൂഹ്യ ജനാധിപത്യവും രണ്ടും കൂടി നിൽക്കുന്ന ഒരു ബൃഹത്തായ ജനാധിപത്യ രൂപം വികസിച്ചു വരണം. രാഷ്ട്രീയ പ്രക്രിയയിൽ ജനാധിപത്യമാണ്. നമ്മളെല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ തെരഞ്ഞെടുക്കും, പ്രതിനിധികളെ തെരഞ്ഞെടുക്കും, ഭരണ പ്രക്രിയ ഉണ്ടാവും. അതോടൊപ്പം തന്നെ സാമൂഹ്യ ജീവിതത്തിൽ വ്യക്തികളായി കുടുംബങ്ങളായി നമ്മൾ ജീവിക്കുമ്പോൾ അന്യമതത്തിൽപ്പെട്ടവരെ, അന്യജാതിയിൽപ്പെട്ടവരെ, മറ്റ് സാമൂഹിക വിഭാഗങ്ങളിൽപ്പെട്ടവരെ തുല്യരായി കാണുവാനും അവരെ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി അവരെ തുല്യരായി മനസ്സിലാക്കുവാനും അവരോടൊത്തുള്ള അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ജീവിതം സാധ്യമാകുന്ന തരത്തിലുള്ള ഉയർന്ന രീതിയിലുള്ള ഒരു മാനവികതാ ബോധം, ഒരു സാഹോദര്യ ബോധം, ഒരു ഫ്രട്ടേണിറ്റി സങ്കല്പം മനുഷ്യരിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളൊരു ജനാധിപത്യ പൗരനായി മാറുന്നത്. എന്നുള്ള ജനാധിപത്യം നിങ്ങൾ ആന്തരികവൽക്കരിച്ച് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അത് മാറ്റി തീർക്കുന്നത്. എങ്കിൽ മാത്രമേ ജനാധിപത്യം ഒരു സാമൂഹിക ജീവിത രൂപമായി മാറുള്ളൂ. അതുകൊണ്ടാണ് അംബേദ്കർ ഡെമോക്രസി ഇസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത്. ജനാധിപത്യം ഒരു ജീവിതമാണ്, ഒരു ജീവിത രീതിയാണ്. സഹജീവികളോട് സമത്വത്തോടും സമതയോടുകൂടിയും സാഹോദര്യത്തോടുകൂടിയും പെരുമാറാനും ഉൾക്കൊള്ളുവാനുള്ള ആ അവബോധത്തെ, ആ കാഴ്ചപ്പാടിനെ ആണ് അംബേദ്കർ മൈത്രിപൂർവമായ ജനാധിപത്യം എന്ന് വിശേഷിപ്പിച്ചത്.
ആ മൈത്രിപൂർവമായ ജനാധിപത്യത്തെ മുന്നോട്ട് എടുത്തുകൊണ്ട് മാത്രമേ സമൂഹത്തിൽ മൈത്രിപൂർവമായിട്ടുള്ള, മൈത്രിയിൽ അധിഷ്ഠിതമായിട്ടുള്ള, സാഹോദര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തെ നിലനിർത്താൻ കഴിയും. ഇന്ന് ഇന്ത്യയിൽ ഈ വർണ്ണജാതി മേൽക്കോയ്മയുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു മതരാഷ്ട്രവാദം, ഭൂരിപക്ഷ മതരാഷ്ട്രവാദം എന്നത് കേവലം ഒരു രാഷ്ട്രവാദം എന്നതിനേക്കാൾ കൂടി ഒരു രാഷ്ട്രീയ പ്രക്രിയയായി, ഒരു ഭരണകൂട വ്യവസ്ഥയായി മാറിയിരിക്കുന്ന ഇന്നത്തെ സന്ദർഭത്തിൽ അത് ഒരു ഫാഷിസ്റ്റ് തലത്തിലുള്ള ഭരണകൂടവും ഫാസിസ്റ്റ് രീതിയിലുള്ള സാമൂഹിക അധികാര വ്യവസ്ഥയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഇന്നത്തെ സന്ദർഭത്തിൽ ഇതിനെ പ്രതിരോധിക്കുവാനുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ ബോധമായി അവരെ കൂട്ടി നിർത്തുന്ന ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധ രൂപം എന്ന രീതിയിൽ ഈ മൈത്രി ജനാധിപത്യത്തെ വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്തരം രീതിയിലുള്ള ഏകാധിപത്യ മതരാഷ്ട്രവാദ സങ്കല്പങ്ങൾക്കെതിരെ ജനാധിപത്യത്തെ, രാഷ്ട്രീയത്തെ നമുക്ക് വികസിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു കാര്യം. ഭരണതലത്തിൽ ജനാധിപത്യ പ്രക്രിയ നടക്കുകയും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിലാണ് ജനാധിപത്യ ശക്തികൾ രാഷ്ട്രീയമായി വികസിച്ചു വരികയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ജനവിഭാഗങ്ങൾ, വ്യത്യസ്ത സമുദായങ്ങളും വ്യത്യസ്ത മതവിഭാഗങ്ങളും ജാതി വിഭാഗങ്ങളും ഒക്കെയായി നിൽക്കുന്ന മനുഷ്യർ, അവർ തങ്ങളുടെ ജനാധിപത്യ ആശയം അടിസ്ഥാനപരമായി മൈത്രിയിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ സങ്കല്പമായി വികസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെയൊക്കെ ജനാധിപത്യത്തെ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ, അടിത്തട്ടിൽ നിന്ന് ജനാധിപത്യത്തെ സാമൂഹ്യ ജനാധിപത്യമായി, മൈത്രി ജനാധിപത്യമായി വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഏകാധിപത്യത്തെയും പ്രതിരോധിച്ചുകൊണ്ട് ജനാധിപത്യത്തെ മുന്നോട്ടെടുക്കാൻ കഴിയുകയുള്ളൂ. ആ അർത്ഥത്തിൽ ഇത്തരം സംവാദങ്ങളും സെമിനാറുകളും മൈത്രിയെയും ജനാധിപത്യത്തെയും സാഹോദര്യത്തെയും കുറിച്ചുള്ള സംവാദങ്ങളെല്ലാം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയണം എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.